സുഹൃത്തുക്കളെ, ഇപ്പോൾ വേനൽക്കാലമൊക്കെ അല്ലേ, കുറച്ച് മുന്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. മുന്തിരി കുറേ നേരം 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് ഇത്തിരി ഉപ്പ് പൊടി ഇട്ട് വെച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് നന്നായി കഴുകി നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം കഴുകണം കേട്ടോ. അതിൽ ഈ വെള്ളപ്പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. വെള്ളപ്പൊടി പറഞ്ഞാൽ അത് കെമിക്കലാണ്. അപ്പോൾ അത് വളരെ മാരകമായ വിഷമാണ്. നമ്മൾ എന്താ ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മൾ നന്നായി വൃത്തിയായി കഴുകി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ. എന്നാലും ആരോഗ്യം ശ്രദ്ധിക്കുക. നല്ലോണം കഴുകിയ ശേഷം ഫ്രിഡ്ജിലേക്ക് ബോക്സിലാക്കി വെച്ചതാണ്. വീണ്ടും എടുത്ത് ഞാൻ ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകി 1-2 പ്രാവശ്യം നന്നായി കഴുകി. അതിലെന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് വിഷങ്ങൾ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും ഉപകാരപ്പെടും. അങ്ങനെ വൃത്തിയായിട്ട് കഴുകി ഒരു പിടി എടുത്ത് ജാറിലിട്ടു. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ശരി, ഒരു ഗ്ലാസ് അടിക്കാമെന്ന് വിചാരിച്ചു. ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ടു കേട്ടോ. എല്ലാവരും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് അടിച്ച് കുടിക്കാവുന്നതാണ്. മടി പിടിച്ചിരിക്കരുത് കേട്ടോ. എല്ലാവരും നന്നായി ജ്യൂസ് കുടിക്കുക. ഓക്കെ, ശേഷം അരിച്ചെടുത്ത് ഒരു ക്യൂബ് ഐസ് ഇട്ട് അതിൽ നന്നായി ഇളക്കി. ഇപ്പം തന്നെ നന്നായി പെട്ടെന്ന് കുടിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം. നല്ല ദാഹമുണ്ട്, നല്ല വെയിലും. മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഇപ്പം തന്നെ പോയി ഫ്രിഡ്ജിൽ മുന്തിരി ഉണ്ടെങ്കിൽ എടുക്കുക. ഏത് പഴമായിക്കോട്ടെ ഉണ്ടെങ്കിൽ എടുത്ത് അത് ജ്യൂസ് അടിച്ച് കുടിക്കുക. ഞാൻ ഇത്തരത്തിലുള്ള പൊട്ടത്തരമൊക്കെ കാണിക്കും. എന്താ മുന്തിരി കണ്ടോ അടുത്ത് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്? ഇത് മുന്തിരി ജ്യൂസാണ് കേട്ടോ. അത് പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ അതൊരു രസം കാണുമ്പോൾ. ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യും ഞാൻ. എല്ലാവരും ഇതുപോലെ കാണിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.